പക്ഷെ ജനങ്ങള് ബുദ്ധിയുള്ളവരാണ്, അവർ ചാണകത്തിൽ ചവിട്ടാത്ത ആൾക്കാരാണ്. പിന്നെ ചില ആൾക്കാർ പറഞ്ഞിട്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടായിരുന്നു താമര ചളിയിലല്ലേ വിരിയാന്നുള്ളത്. അപ്പൊ വേറെ ആള് പറഞ്ഞത് കഴിക്കുന്ന ചോറ് വിളയുന്നത്, അന്നം വിളയുന്നതും ചളിയിലാണ്. പക്ഷെ ആ രണ്ട് ചളിക്ക് വ്യത്യാസമുണ്ട്. താമര വിരിയുന്ന ചളിക്ക് സ്മെല്ലുണ്ടാവും, ഭയങ്കര ദുർഗന്ധമായിരിക്കും. പക്ഷെ നെല്ല് വിളയുന്ന, അന്നം വിളയുന്ന ചേറിന് മണം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നമ്മൾ ചേറില് കളിച്ചാലും ഇതിൽ കളിച്ചാലും വിരിയേണ്ടതേ വിരിയൂ, വിരിയാത്തത് വിരിയത്തില്ല. ഇത്രയും കൃത്യനിഷ്ഠമായിട്ട് ഒരു ഒബ്സർവേഷൻ നടത്തിയ ഒരു വ്യക്തിയെ നിങ്ങൾ ഈ അടുത്ത കാലത്തെങ്ങും കണ്ടു കാണത്തില്ല. ചെളിയിൽ വളരുന്ന താമരയില് ആ ചെളിക്ക് സ്മെല്ലുണ്ടാവും, അരി വിളയുന്ന ചെളിക്ക് അത്ര സ്മെല്ലുണ്ടാവത്തില്ല. അത് കൃത്യമായ ഒരു ഒബ്സർവേഷനാണ്, അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തൊരു പുരുഷൻ താമസിക്കുന്നതും യവനെ പോലൊരുത്തൻ ഒരു പുരുഷന്റെ കൂടെ താമസിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം അനുഭവങ്ങളിൽ നിന്നാണ് നമുക്ക് നിരീക്ഷണങ്ങൾ ഉണ്ടാവുന്നത്.